ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പെരുമ്പാവൂർ മാറമ്പള്ളിയിലെ തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ നടുതുറപ്പ് മഹോത്സവത്തെ പറ്റിയുള്ളതാണ്. എല്ലാ കൊല്ലവും ഇവിടെ നടുതുറപ്പ് മഹോത്സവവും നടത്താറുണ്ട്. 12 ദിവസമായിരിക്കും ഇവിടെ ഉത്സവം ഉണ്ടാവുക. അപ്പം ഞങ്ങളുടെ വീട് ഇവിടെ അടുത്തായതുകൊണ്ട് ഞങ്ങൾ ഉത്സവം കാണാൻ പോയി. ബസ്സിനാണ് പോയത്. അങ്ങനെ മുടിക്കിലിൽ നിന്ന് വണ്ടി കയറി മാറമ്പള്ളിയിൽ വന്ന് ഇറങ്ങി. പിന്നെ മാറമ്പള്ളി പാലത്തിലൂടെ നടന്ന് ക്ഷേത്ര പരിസരത്തെത്തി. നേരെ ചെന്നത് ഞങ്ങളുടെ കസിൻസിൻ്റെ ഹോട്ടലിലേക്കാണ്. വെജിറ്റേറിയൻ ഡിഷസും അതുപോലെ ചായ സ്നാക്സും എല്ലാം അവിടെയുണ്ട്. നേരെ ഞങ്ങൾ കലവറയിലേക്കാണ് പോയത്. അങ്ങനെ എല്ലാവരെയും കണ്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങളപ്പം തന്നെ ഇറങ്ങി. ക്ഷേത്രത്തിലേക്കുള്ള വഴിയുടെ ഇരുവശങ്ങളിലും നിറച്ചും കച്ചവടക്കാരായിരുന്നു. എല്ലാത്തരം ഐറ്റംസും ഇവിടെ കിട്ടും. ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് പോയത്. അപ്പോഴേക്കും അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ചയൊക്കെ ആണെങ്കിൽ ഇവിടെ അടുക്കാൻ പറ്റൂല, അത്രയ്ക്ക് നല്ല തിരക്കായിരിക്കും. ഇതാണ് പാർക്കിംഗ് ഏരിയ. അത്യാവശ്യം വലിയൊരു മൈതാനം തന്നെ പാർക്കിംഗ് ഏരിയക്ക് വേണ്ടി അവർ സജ്ജാക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ കിടപ്പുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ആളുകളൊക്കെ ദൂരേന്ന് ബസ്സുകളിലൊക്കെയാണ് ഇവിടെ എത്തിപ്പെടുന്നത്. KSRTC സർവീസും ഇവിടെ ലഭ്യമാണ്. പക്ഷെ അത് സമയത്തിനൊക്കെ ഉള്ളൂ. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയ ഐ ലവ് തിരുവൈരാണിക്കുളം എന്നൊരു ബോർഡും നമ്മുടെ പാർക്കിങ്ങിൻ്റെ സൈഡിൽ തന്നെ അവർ വച്ചിട്ടുണ്ട്.
എല്ലാ കടകളും കയറി ഇറങ്ങി ക്ഷീണിച്ചപ്പോൾ ലാസ്റ്റ് ആ ഹോട്ടലിലേക്ക് തന്നെ കയറി. അപ്പം, ഇടിയപ്പം, ദോശ, നെയ്റോസ്റ്റ്, മസാല ദോശ എന്നിങ്ങനെ തുടങ്ങും അവരുടെ നീണ്ട നിര. എൻ്റെ മാമായും അമ്മായും അതുപോലെ കുറച്ച് സുഹൃത്തുക്കളും കൂടി ചേർന്നുള്ളൊരു കടയാണിത്. അപ്പം അങ്ങനെ അവർ ഞങ്ങൾക്ക് മസാല ദോശ തന്നു, നല്ല ചൂടൻ മസാല ദോശ. മോളത് കണ്ടപ്പോൾ തന്നെ അതിൽ നിന്ന് കുറേശ്ശെ പിച്ച് തിന്നാൻ തുടങ്ങി. ഞങ്ങളുടെ ഇവിടെ ഇരുത്തിയിട്ട് വാവച്ചി പള്ളിയിൽ പോയിരുന്നു നിസ്കരിക്കാൻ. ഇവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ പള്ളിയുമുണ്ട്. അതുപോലെ ഹിന്ദുക്കളും ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും എല്ലാവരും തന്നെ ഈ ഒരു മേഖലയിൽ താമസിക്കുന്നുണ്ട്. ഇക്കാക്കാടെ കൊച്ചാണിത്. ഞാൻ കഴിക്കുന്നതോടൊപ്പം തന്നെ അവർക്കും വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കൊച്ചുങ്ങൾക്ക് വാശിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നും തന്നെ മേടിച്ചില്ല ഞങ്ങള്. തിരിച്ച് അവസാനം മാറമ്പള്ളി സ്റ്റോപ്പിലെത്തിയപ്പോൾ വാച്ച് അവിടെ ഒരു കടയിൽ കയറി ഒരു 2-3 പാക്കറ്റ് പൊരി അങ്ങനെ മേടിച്ചു. എന്തെങ്കിലും ഒന്നും മേടിക്കേണ്ടതെന്ന് വിചാരിച്ച് അങ്ങനെ പൊരി മേടിച്ചു. അങ്ങനെ അതും മേടിച്ചത് ഞങ്ങളപ്പം തന്നെ ബസ് കിട്ടി. ബസ്സിൽ തിരികെ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. Okay, bye.